ബിജു പ്രഭാകരനെതിരെ INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം. ഭരണമാറ്റമുണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ മാളങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിഷജന്തുക്കളെ കോൺഗ്രസ് സൂക്ഷിക്കണം. പദവിയിൽ ഇരുന്നപ്പോൾ നടത്തിയ അഴിമതികൾ അന്വേഷിക്കപ്പെടുമോ എന്ന ഭയമാണ് കോൺഗ്രസ് പ്രേമത്തിന് പിന്നിലെന്നും യോഗം ആരോപിച്ചു. ജെയിംസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, പലരും പല സർവീസിൽ മുൻപൊക്കെ ഇരുന്ന ആളുകൾ ഒക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ടൊക്കെ വരികയും അല്ലെങ്കിൽ അങ്ങനെ പ്രചരണവുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ബിജു പ്രഭാകർ നടത്തുന്ന പ്രതികരണങ്ങൾ, അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിൽ എന്ത് സംശയമാണ് INTUC പോഷക സംഘടന, കോൺഗ്രസിന്റെ പോഷക സംഘടനയ്ക്ക് INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ രേഖപ്പെടുത്തുന്നത്? വലിയ ആശങ്കയാണ് ഈ കാര്യത്തിൽ INTUC യങ് കൗൺസിലിനുള്ളത്. പ്രധാനമായും കടുത്ത വിമർശനം, ഇതിൽ പേരെടുത്ത് പറയാതെ ഒരു പ്രമേയം തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ വിമർശനങ്ങൾക്ക് കൗൺസിൽ നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ കടുത്ത വിമർശനങ്ങളുണ്ട്. അതിലൊന്ന്, ഇതുവരെ അത് ചൂടുകാലമാണ്, 10 കൊല്ലത്തെ മാളങ്ങൾ വിട്ട് കുളിരന്വേഷിച്ച് പുറത്തു വരുന്ന വിഷജന്തുക്കളെ പാർട്ടി ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 10 വർഷം പിണറായി സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയ IASകാർ, കൺഫേർഡ് IASകാർ, അവർ ഇപ്പോൾ പിതൃസ്നേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുവരുന്നത് തിരിച്ചറിയണം, അതിനെതിരെ ജാഗ്രത പുലർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രമേയത്തിലുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലാളി വിരുദ്ധനായ കൺഫേർഡ് IASകാരനെ കോൺഗ്രസിന്റെ വരാന്തയിൽ പോലും കയറ്റാതിരിക്കാനുള്ള പക്വത പാർട്ടി കാണിക്കണം. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഇതുപോലെ പൊട്ടിമുളച്ച കോൺഗ്രസ് പ്രേമിയായ ബിഗ് ബോക്സുകാർക്ക് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ വർഗീയതയുടെ തണലന്വേഷിച്ചു പോയത് നമ്മൾ കണ്ടതാണ്. അന്ന് കോൺഗ്രസ് പ്രസ്ഥാനം കൈക്കൊണ്ട ജാഗ്രത വരുന്ന 5 വർഷവും ഉണ്ടാകണം. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയാൽ പിണറായി സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക ഇടപാടുകളും ക്രമക്കേടുകളും പർച്ചേസുകളും അന്വേഷിക്കപ്പെടും എന്ന ഭയവും ചില റിട്ടയർഡ് IASകാരുടെ ഇപ്പോഴത്തെ കോൺഗ്രസ് സ്നേഹത്തിന് പിന്നിലുണ്ട് എന്നാണ് പ്രമേയത്തിലൂടെ INTUC സംശയിക്കുന്നത്. കടുത്ത വിമർശനമാണ് ഈ പ്രമേയത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബിജു പ്രഭാകർ സംസ്ഥാന സർക്കാരിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചില വിമർശനങ്ങൾ നടത്തുകയും ചെയ്തത്. താൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുകയാണ് എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ INTUCയിലെ ഒരു വിഭാഗം, എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖർ വിഭാഗമാണ് ഈ യോഗം, സംസ്ഥാന കൗൺസിൽ യോഗം കുമളിയിൽ നടത്തിയത്. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ IASകാരൻ എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും പേരെടുത്ത് പറയാതെ സോഷ്യൽ മീഡിയയിലും ചില പ്രതികരണങ്ങൾ ഈ രീതിയിൽ വരുന്നുണ്ട് ചില കോണുകളിൽ നിന്നും. അപ്പോൾ അതായത് ഭരണം കിട്ടുമെന്ന് ഉറപ്പാകുമ്പോൾ അത് ആ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ സർവീസിൽ നിന്ന ഉദ്യോഗസ്ഥർ അടക്കം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബിജു പ്രഭാകരനെ മാത്രം മുന്നമിട്ടല്ല ഇത്തരം പ്രതികരണങ്ങളൊക്കെ വരുന്നതല്ലേ? തീർച്ചയായിട്ടും ഈ പ്രമേയം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ബിജു പ്രഭാകരനെ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം ഇതിൽ സൂചിപ്പിക്കുന്ന പിതൃസ്നേഹം എന്ന് പറയുന്ന ഭാഗം, അത് ഈ ബിജു പ്രഭാകരന്റെ പിതാവ് കോൺഗ്രസ് നേതാവായിരുന്നു. സ്വാഭാവികമായും അതാണ് ഉന്നം വെക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ കൺഫേർഡ് IASകാരൻ എന്ന പ്രയോഗം കൂടി ഇതിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രമേയത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ബിജു പ്രഭാകരനെയാണ് മുഖ്യമായും. അതോടൊപ്പം തന്നെ ഈ അടുത്ത നാളുകളിൽ പാർട്ടിയുമായി ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ചില IAS ഉദ്യോഗസ്ഥരടക്കമുണ്ട്. അവരെ കൂടി ഈ ലക്ഷ്യം ഈ പ്രമേയത്തിലൂടെ വെക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ബിജു പ്രഭാകർ നടത്തിയ വെളിപ്പെടുത്തലും അതിനെ കോൺഗ്രസിലെ ഒരു വിഭാഗം ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ബിജു പ്രഭാകരന്റെ ഈ കോൺഗ്രസിലേക്കുള്ള വരവ് മറ്റു ചില താല്പര്യങ്ങളുടെ പേരിലാണ് എന്ന ഒരു വിമർശനം കോൺഗ്രസിന്റെ പോഷക സംഘടനകൾക്കെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രമേയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.